പണ്ടാരോ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, തോൽവികളിൽ ഭയമുണ്ടോ എന്ന്. അപ്പോൾ മറ്റേയാൾ മറുപടി കൊടുക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ തോറ്റുകൊണ്ടാണ് തുടങ്ങിയതെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് തോൽവികളെ ഭയമില്ല എന്നുമാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് നമ്മുടെ രാജ്യത്തെയാണ് ഓർമ്മ വരിക. കാരണം നമ്മുടെ രാജ്യവും നഷ്ടങ്ങളിൽ നിന്നും തോൽവികളിൽ നിന്നും ഒരുപാട് യാതനകളിൽ നിന്നും ഒക്കെയാണ് രൂപം കൊണ്ടത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ രാജ്യം സധൈര്യം ഓരോ ദിവസവും മുന്നേറുന്ന വാർത്തകളാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. വാർത്ത വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം ഒരു അഭിമാനകരമായ വമ്പൻ പദ്ധതിക്ക് തിരികൊളുത്തുകയാണ്. ചെറിയ പദ്ധതിയൊന്നുമല്ല, $654 ബില്യൺ വമ്പൻ പദ്ധതി. അതെ, കേട്ടത് സത്യമാണ്. 2035 വരെ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമായ സൈനിക വ്യോമയാന പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി അടുത്ത 10 വർഷത്തിൽ ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനുമായാണ് ഇപ്പോൾ രാജ്യം ഈ ഒരു നീക്കം നടത്തുന്നത്. എന്തിനാണ് ഇപ്പോൾ രാജ്യം പെട്ടെന്ന് ഇങ്ങനൊരു നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, എയ്റോസ്പേസ് സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതിനൊക്കെ വേണ്ടിയാണ്. ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ഡയറക്ടർ SV രമണമൂർത്തി പറയുന്നതനുസരിച്ച് ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇന്ത്യക്ക് ഏകദേശം 1100 വിമാന എഞ്ചിനുകൾ ആവശ്യമായി വരുമെന്നതാണ്. ഇതിൽ തേജസ് MK-1A, തേജസ് MK-2, അടുത്ത തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ AMCA എന്നിവ ഉൾപ്പെടുന്നുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കാവേരി ടർബോഫാൻ എഞ്ചിൻ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല ശ്രമത്തിന് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഗവേഷകരും എഞ്ചിനീയർമാരും ഇപ്പോഴും കാവേരി എഞ്ചിന്റെ പിന്നാലെ തന്നെയാണ്. അവയ്ക്ക് ആളില്ലാ യുദ്ധവിമാനങ്ങൾക്കും ഭാവിയിലെ ലൈറ്റ് എയർക്രാഫ്റ്റുകൾക്കും ഊർജം പകരാൻ കഴിയുമെന്നതാണ്. ഉടൻ വരാനിരിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ AMCAയ്ക്കായി ഒരു അന്താരാഷ്ട്ര പങ്കാളിയുമായി ഒരു എഞ്ചിൻ സഹകരിച്ച് വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ എയ്റോസ്പേസ് നേതാക്കളായ ഫ്രാൻസിന്റെ സഫ്രാൻ, UKയുടെ റോൾസ് റോയ്സ്, US-ന്റെ ജനറൽ ഇലക്ട്രിക് എന്നിവരെല്ലാം ഈ തന്ത്രപരമായ സഹകരണത്തിൽ പങ്കെടുക്കാൻ ഉറച്ച താല്പര്യമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനകരമായ പദ്ധതി AMCA പ്രോഗ്രാമിലെ ആദ്യത്തെ AMCA പ്രോട്ടോടൈപ്പ് 2028ഓടെ പുറത്തിറങ്ങുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റെൽത്ത് ഡിസൈൻ സവിശേഷതകൾ, അഡ്വാൻസ്ഡ് ഏവിയോണിക്സ്, സെൻസർ ഫ്യൂഷൻ, സൂപ്പർ ക്രൂയിസ് ശേഷിയുള്ള എഞ്ചിനുകൾ എന്നിവ വിമാനത്തിൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ 5ാം തലമുറ യുദ്ധവിമാന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യവും സ്ഥാനം പിടിക്കുമെന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എഞ്ചിൻ അതുപോലെ തന്നെ വിമാന നിർമ്മാണ കരാറുകൾ സ്വകാര്യ വ്യവസായത്തിന് തുറന്നുകൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകൂടം പ്രതിരോധ നിർമ്മാണത്തിൽ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ഊന്നൽ നൽകുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശീയവും സഹകരണപരവുമായ പ്രൊപ്പൽഷൻ പ്രോഗ്രാമുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെ ഭാവിയിലെ വ്യോമസേനയെ സജ്ജമാക്കുക മാത്രമല്ല, ദീർഘകാല അടിസ്ഥാനത്തിൽ നൂതന എഞ്ചിൻ സാങ്കേതിക വിദ്യകൾ കയറ്റുമതി ചെയ്യാൻ കഴിവുള്ള ഒരു മുൻനിര എയ്റോസ്പേസ് ഹബ്ബായി സ്വയം സ്ഥാനം പിടിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്.